അപ്പൊ എന്താണ് ദൈവം? ആൾ ദൈവം എന്ന് പറഞ്ഞാൽ അറിവുള്ള മനുഷ്യൻ. അനുഗ്രഹിച്ച് രോഗം മാറ്റുക, നക്കി രോഗം മാറ്റുക. ശബരിമല മാത്രം അയ്യപ്പൻ എന്നൊരു കാഴ്ചപ്പാട് ദൈവം. അപ്പൊ അത്രയും നാള് വ്രതമെടുത്ത് അയ്യപ്പനെ കാണാൻ പോകുന്നവർ മണ്ടന്മാരാണെന്നാണ്. എന്നെ അറിയാതെ പല ആളുകളും പലതും പറയും. സ്പിരിച്വാലിറ്റിയിൽ ഫുള്ളി പറ്റിപ്പുകളുടെ ലോകത്ത് അവർ ജീവിക്കുന്നത്, അല്ലെങ്കിൽ സൂപ്പർ പവർ അവകാശപ്പെടുന്ന ആളുകളെ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. അതുവരെ എൻ്റെ സ്പിരിച്വാലിറ്റി ഒരു ഫ്രീഡം ഫൈറ്റും കൂടിയാണ്. അന്നം നൽകുന്നവനെ കണ്ടാൽ മോശമായും കാണുന്ന ശകുന നിയമങ്ങളിലൂടെയുള്ള നാടാണിത്. ഇതിലൊക്കെ ഇപ്പം എന്താ അർത്ഥമുള്ളത്? എത്ര മൂഢതയാണ് ജീവ സ്വീകരിക്കുക, അല്ലെങ്കിൽ അന്ധകാരത്തിൻ്റെ പൈശാചികതയുടെ അതെന്തോ വേറെന്തോ അതൊക്കെ വയറ്റിപ്പഴപ്പിൻ്റെ സ്പിരിച്വാലിറ്റി ആയിരിക്കാം. എൻ്റെത് അങ്ങനെയല്ല. ശിവൻ എൻ്റെ അടുത്ത് വരും, എന്നെ മടിയിലിരുത്തുന്നു, അതൊരു ഭക്തിയാണ്. ബോധോദയം ആരിലുള്ളോ അവരൊക്കെ ശിവൻ തന്നെയാണ്. സ്പിരിച്വൽ ആയിട്ടുള്ള അറിവിനെ എന്തോ നോളജിനെ ഏറ്റവും ശ്രേഷ്ഠമായി കാണുന്നൊരു സംസ്കാരമാണ് ഇവിടെ എല്ലായിടത്തും മത സംസ്കാരമുള്ളിടത്തൊക്കെ. ചണ്ടാളബാബയ്ക്ക് ചണ്ടാള സ്റ്റൈലില്ലേ, രജനി പറഞ്ഞ പോലെ എൻ്റെ സ്റ്റൈലാണ് ഇതൊക്കെ. എനിക്ക് എൻ്റെ വ്യക്തിത്വം. സ്പിരിച്വൽ പൊളിറ്റിക്സ് ഉണ്ട്. എൻ്റെ ആത്മീയതയോടെ ഞാൻ പറഞ്ഞു വെക്കുന്ന ഒരു രാഷ്ട്രീയം കാവ്യയുടെ രാഷ്ട്രീയത്തിന് ഒരു ഓപ്പോസിറ്റ് തന്നെയാണ്, ശക്തമായ ഓപ്പോസിറ്റാണ് ബ്ലാക്കിൻ്റെ രാഷ്ട്രീയം. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചിരട്ടയുടെ രാഷ്ട്രീയം, നിലനിൽപ്പിൻ്റെ സമരം. ഹായ് ഓൾ, വെൽക്കം ടു ബി ഫോർ ബ്ലേസ് മലയാളം. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ചണ്ടല ബാബ ആണ്. ഹായ് ബാബാജി, വെൽക്കം ടു ദ ഷോ. നമസ്തേ നമസ്തേ നമസ്തേ. അപ്പോൾ ബാബാജി ആരാണ്, എന്താണ്, ആത്മീയ ഗുരുവാണോ, ആൾദൈവമാണോ എന്നൊക്കെ അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ശരിക്കും ആരാണ്? ആയതിനെ നമുക്ക് ആൾദൈവത്തിൻ്റെ കരുതി കിടക്കാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ വേണത് ആൾദൈവം എന്നാണ്. സത്യത്തിൽ ആൾ ദൈവം എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമുണ്ട്, അപ്പോൾ എന്താണ് ദൈവം? ഈ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യതയിൽ നിന്നിട്ട് നമ്മളെ ഒരു കസേരയിട്ട് അനുഗ്രഹിക്കുന്ന എന്തോ ഉണ്ടെന്ന് ധരിക്കുന്നിടത്താണ് പ്രശ്നം. മനുഷ്യരെല്ലാം ദൈവമാണ്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഓരോന്നും ദൈവമാണെന്ന് കരുതാനാണ് എനിക്കിഷ്ടം. ഞാൻ മാത്രമല്ല കേട്ടോ, അന്നയാണെങ്കിലും ദൈവം എന്ന വാക്ക് ദിവ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നുണ്ടായതാണ്. ദിവ് എന്ന് പറഞ്ഞാൽ പ്രകാശം. അപ്പം നമ്മളെ ആളുകൾക്ക്, നമ്മളുടെ പ്രേക്ഷകർക്ക് കാണുന്നത് വെളിച്ചമുള്ളതുകൊണ്ടല്ലേ. അപ്പോൾ ദിവ് പ്രകാശം. യഥാർത്ഥ പ്രകാശം എന്ന് പറഞ്ഞാൽ അറിവാണ്. അറിവുണ്ടെങ്കിൽ ഈ വെളിച്ചം മാത്രമല്ല, ലോകം മുഴുവൻ നമുക്ക് അറിയാനും മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും പറ്റും. അപ്പം ഏറ്റവും വലിയ വെളിച്ചം അറിവാണ്. അറിവ് ആരിലിരിക്കുന്നോ അവൻ അറിവുള്ളവൻ, ദിവുള്ളവൻ, ദൈവം. ആൾ ദൈവം എന്ന് പറഞ്ഞാൽ അറിവുള്ള മനുഷ്യൻ. അതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിവില്ല എന്ന് പൊട്ടനാന്ന് പറയാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് അത്യാവശ്യം അറിവ്, എനിക്ക് വേണ്ട അറിവ് എനിക്കുണ്ട്. ഈ പറഞ്ഞ പോലെ നാസേൻ്റെ സയൻറ്റിസ്റ്റിൻ്റെ അറിവുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് വേണ്ട അറിവ് എനിക്കുണ്ട്. അതുകൊണ്ട് ആ അർത്ഥത്തിലാണെങ്കിൽ ഓക്കെ. അല്ല അർത്ഥത്തിൽ ഞാനൊരു ആൾ ദൈവം, അല്ലാണ്ട് അനുഗ്രഹിച്ച് രോഗം മാറ്റുക, നക്കി രോഗം മാറ്റുക, പിന്നെ പേപ്പർ ചമ്മന്തി അരച്ച് രോഗം മാറ്റുക, ഊതിക്കെട്ടി രോഗം മാറ്റുക, ഇത്തരം പരിപാടികളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ അർത്ഥത്തിലൊരാൾ ദൈവമല്ല ഞാൻ. പിന്നെ ഇപ്പോൾ ഉള്ളതാണ് എന്താ വെച്ചാൽ സ്പിരിച്വാലിറ്റി. ഒരു സ്പിരിച്വൽ ലീഡറാണ് നമ്മൾ, ഒരു സംശയവുമില്ല. കേരളത്തിൽ തദ്ദേശീയമായിട്ട് ഇവിടെയുള്ള ഇപ്പോൾ SC ST പിന്നോക്ക വിഭാഗങ്ങളൊക്കെ പറയില്ലേ, ഇവരുടെയൊക്കെ ബ്രാഹ്മണേതര ആളുകളുടെയൊക്കെ സ്വത്വാധിഷ്ഠ ആത്മീയതയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്പിരിച്വൽ മൂവ്മെൻറ്റ് നമ്മൾ നടത്തുന്നുണ്ട്. ബ്രാഹ്മണരുടെ ആചാരങ്ങളും ആയാലും ശരി, അതും തന്നെ നമ്മൾ അതിലേക്ക് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ പരിഷ്കരിക്കേണ്ടതിനെ പരിഷ്കരിച്ചുകൊണ്ടും ഒക്കെ പോകുന്ന ആ രീതിയിൽ സ്പിരിച്വലായിട്ടുള്ള ലീഡർഷിപ്പ് നമ്മൾ വഹിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ നമ്മൾ സ്പിരിച്വൽ ലീഡറാണ്, രാജാര്യനാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ ആളുകൾ എന്താ വെച്ചാൽ അവിടെ ഇവിടെയും കണ്ടിട്ടല്ലേ ഓരോന്ന് പറയുന്നത്, അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്നത്തെ കാലത്ത് ചെറിയൊരു എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതുമൊന്നും നമ്മൾ വാർത്തകൾ പോലും ഉണ്ടാക്കുന്നില്ല. ഇപ്പോൾ വാർത്താ ചാനലുകളുടെ എണ്ണ എത്രയാണ്? പണ്ടൊരു ദൂരദർശനം ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് പിന്നീട് വന്നു. ഇന്നിപ്പോൾ എത്ര ചാനൽ, അതും വാർത്താ ചാനലുകൾ. വാർത്ത വേണ്ടേ? അപ്പോൾ വാർത്തകൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ എത്ര മാധ്യമങ്ങളാണ് നമ്മളെപ്പോലെ, അല്ലാണ്ടൊക്കെ മാധ്യമങ്ങളില്ല. അവർക്കൊക്കെ എന്തെങ്കിലും വേണ്ടേ? അപ്പോൾ കണ്ടൻറ്റ് വേണം. പിന്നെ പലതും പറയും. അത് ജനങ്ങൾ സ്വയം എന്തും തന്നെ അനുഭവത്തിൽ നിന്ന് എടുക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും പറയുന്നു, നേരത്തെ പറഞ്ഞ രീതിയിൽ അനുഗ്രഹിച്ച അസുഖം മാറ്റുന്ന ആൾ ദൈവമല്ല, അറിവുള്ളവൻ എന്ന അർത്ഥത്തിൽ ഒരു മനുഷ്യന് വേണ്ട അത്യാവശ്യം അറിവുള്ളതുകൊണ്ട് അങ്ങനെയാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ദൈവമാകണം എന്ന കൺസെപ്റ്റിലാണ് എൻ്റെ പ്രവർത്തനം. അങ്ങനെയാണ്, മനുഷ്യർ ദൈവമാകണം, അറിവുള്ളവർ ഉണ്ടാകണം. അറിവില്ലാത്തവർ പൈശാചികം. അറിവ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവനെ ഒന്നും കാണില്ല, താനും ഏറ്റവും ശ്രേഷ്ഠനും ഉന്നതനും അല്ലെങ്കിൽ ഞാൻ കഴിവുള്ളവനും മറ്റൊന്നും ഒന്നുമല്ലാത്തവനായിട്ട് ഉപദ്രവിക്കുന്ന രീതിയുണ്ട്. അത് പൈശാചികതയാണ്. അപ്പോൾ അജ്ഞാനം പൈശാചികതയാകുമ്പോൾ ഞാൻ പറഞ്ഞത്, അയ്യോ അത് വേണ്ട, നിങ്ങളെല്ലാവരും അറിവുള്ളവർ പരസ്പരം സ്നേഹിക്കൂ, സൗഹാർദ്ദത്തിൽ വർത്തിക്കൂ. പ്രത്യേകിച്ച് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത മതേതരത്വമാണെങ്കിൽ മതേതരത്വത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കൂ. അത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ദൈവമാവട്ടെ. അപ്പോൾ ബാബാജി ഒരു ആത്മീയതയിലേക്ക് കടക്കുന്നതിന് മുൻപ് സ്കൂൾ ഡേയ്സിലൊക്കെ എങ്ങനെയായിരുന്നു? ദൈവത്തോട് ഇതേ സ്നേഹം പുലർത്തുന്ന ഒരാളായിരുന്നോ?
എങ്ങനെയായിരുന്നു? അത് ഭയങ്കര രസമാണ്. എന്താ വെച്ചാൽ കുട്ടിക്കാലത്ത് ഞാൻ ഈ നേരം വെളുക്കാൻ കാലത്ത് എല്ലാവരും സ്വപ്നങ്ങൾ കാണല്ലോ. നമ്മളൊക്കെ ഒരു പ്ലസ് ടു വരെയൊക്കെ എൻ്റെ സ്വപ്നം എങ്ങനെയാ വെച്ചാൽ, നേരം വെളുക്കുന്ന അറിയുന്നതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഒരു 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 പറമ്പിൽ എവിടെയോ കൂട്ടുകാരപ്പം കളിക്കുന്നതായിട്ടാണ് കാണുക. പിന്നെ ഇങ്ങനെ കാണാം ഉയർന്നിങ്ങനെ പാറി പോകുന്നു. പാറി പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ കാണാൻ ആകാശത്ത് ഈ പറഞ്ഞ മഹാവിഷ്ണുവിൻ്റെ ഒരു സ്വരൂപം വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ ഇങ്ങനെ കാണും. പിന്നെ മഹാവിഷ്ണുവിൻ്റെ കൈ പിടിക്കലോ എന്തൊക്കെയോ പറയലൊക്കെ ഉണ്ട്. അത് പെട്ടെന്ന് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നേരം വെളുത്തു. പക്ഷേ പിന്നീട് എന്താ വെച്ചാൽ അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ അപ്പോൾ ആ രീതിയിൽ എന്താ വെച്ചാൽ അമ്മയുടെ കൈ പിടിച്ച് ചിലപ്പോൾ എപ്പോഴും ഒന്ന് ക്ഷേത്രത്തിൽ പോവുക, വീട്ടിൽ വർഷത്തിലൊരിക്കൽ അച്ഛൻ ഈ അവിടുത്തെ ദൈവങ്ങളുണ്ട് വെച്ചു കൊടുക്കുന്ന പരിപാടിയുണ്ട്, അത്തരം ആരാധനകൾ നടത്തുക, അത് ചെയ്യുക. പിന്നെ എന്തെങ്കിലും വിശേഷമായിട്ട് വിളക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങനത്തെ ഒരു വിശ്വാസവും ഭക്തിയും, ശബരിമലയ്ക്ക് പോവുക, ഇതൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ആത്മീയത. കുട്ടികൾ ഒരു 13 വയസ്സ് തൊട്ടിട്ട് നമ്മൾ പിന്നെ ഒരു 5-8 വർഷം മലയ്ക്ക് പോയിട്ടുണ്ട്. അന്നൊക്കെ മലയ്ക്ക് ആദ്യത്തിൽ പോയത് ശബരിമല ഇല്ല. ഞാനതാ പറഞ്ഞു വന്നത്. എന്താ വെച്ചാൽ ആദ്യ വർഷം പോകുമ്പോൾ ഈ 8ാം ക്ലാസ് പഠിക്കുന്ന വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ മകരവിളക്കിനാണ് പോയത്. അപ്പോൾ അന്ന് മകരവിളക്കൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. എൻ്റെ വിചാരം അയ്യപ്പൻ തന്നെ വന്ന് പ്രത്യക്ഷപ്പെടുക എന്നാണ്. പക്ഷേ പിന്നീട് ഇത് അറിഞ്ഞ സമയത്ത് ഇതിൻ്റെയൊക്കെ ഹിസ്റ്ററി ഒരുപാട് വിവാദങ്ങളുണ്ടായ സമയത്ത് അറിയുന്നത്. എന്നിട്ട് ഞാൻ ഇത് കത്തിക്കുക എന്ന് പറയുമ്പോൾ എന്നെ ആക്ഷേപിച്ച ഒത്തിരി ആളുകളുണ്ട്. കത്തിക്കൊന്നുമല്ല അയ്യപ്പൻ വരിക എന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ പിന്നീട് മലയ്ക്ക് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ മലയ്ക്ക് പോകുന്ന രീതിയിലല്ല, അതിൻ്റെ സമരത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒന്ന് പോയി പോകുന്നുണ്ട്. പിന്നീട് ഞാൻ 8 വർഷം കുറേ മുന്നേ പോയിരുന്നുണ്ട്. ഇപ്പോൾ ഒന്നും ഞാൻ പോകാറില്ല. കാരണം അതൊക്കെ എന്താ വെച്ചാൽ മറ്റു ഉപാധികളിൽ ദൈവത്തെ കാണുന്നവർക്കുള്ളതാണ്. അപ്പോൾ ഞാനും പ്രതിഷ്ഠയൊക്കെ നടത്തി കൊടുക്കുന്ന ആൾ തന്നെയാണ്. ഉപാധികളിലൂടെ ദൈവത്തെ കാണും. ദൈവത്തിൻ്റെ ആ ഒരു ദൈവം എന്ന് പറഞ്ഞ പ്രപഞ്ചത്തിലെ ശക്തിയെ സ്വാംശീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ക്ഷേത്രങ്ങളൊക്കെ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇൻഡിവിജ്വൽ ഉപാസനയാവാം. ലോകത്ത് എന്നെ സംബന്ധിച്ച് അന്നയിലും ഇവിടെ ഈ കാണുന്ന ക്യാമറാമാനിലും ഒക്കെ തന്നെ ഇവിടെ എല്ലാത്തിലും ഈശ്വരനെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ശബരിമല മാത്രം അയ്യപ്പൻ എന്നൊരു കാഴ്ചപ്പാട് ദൈവം. അപ്പോൾ അത്രയും നാള് വ്രതമെടുത്ത് അയ്യപ്പനെ കാണാൻ പോകുന്നവർ മണ്ടന്മാരാണെന്നാണ്? അല്ല, മണ്ടന്മാരെന്ന് പറഞ്ഞില്ല. നമ്മൾ പറഞ്ഞു ദൈവത്തെ ഉപാധികളുടെ സംശീകരിക്കാൻ പറ്റുന്ന, അങ്ങനെ അതിന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളവർക്കാണ്. അല്ല, അവർക്കായാലും നമുക്ക് നാട്ടിൽ നിന്ന് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അതല്ലേ നിങ്ങൾ 80കൾക്ക് ശേഷമാണ് അവിടെ തത്വമസി എന്ന ബോർഡ് വയ്ക്കുന്നത് ശബരിമല. അതില്ല. എന്നിരുന്നാൽ പോലും ആ ബോർഡ് പറയുന്ന കാര്യം അതന്നെയല്ലേ. എടാ വേണ്ട, നീ ഇങ്ങോട്ട് തിരഞ്ഞു വേണ്ട, നീ അതന്നെ ഞാൻ പറയുന്നതല്ലല്ലോ. ഉപനിഷത്ത് സമയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഇത് പറയുന്ന വാക്കല്ലേ അത്. ഉപനിഷത്ത് പറയുന്ന വാക്കല്ലേ അത്. നീ തന്നെയാണ് ദൈവം എന്നുള്ളത് ഇല്ലേ. എന്താ അഹം തത്വമസി എന്ന് പറഞ്ഞാൽ പോലുള്ള അഹം ബ്രഹ്മാസ്മി. എടാ നമ്മൾ പറയണമെന്നല്ല, അവിടെ ഓരോ മനുഷ്യനും നമുക്കിതൊക്കെ പറയാൻ എളുപ്പമാണ്. ഇപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് യൂണിവേഴ്സൽ എനർജി ആയിട്ട് എടുക്കാം. ഈ യൂണിവേഴ്സൽ എനർജിയാണ് നമ്മളെല്ലാവരും നമുക്ക് പറയാൻ എളുപ്പമാണ്. അത് മനസ്സിലാക്കിയാൽ നമ്മൾ ആദ്യം പറഞ്ഞ പരസ്പരം സ്പർദ്ധ ഇല്ലാണ്ടാവില്ലേ. എൻ്റെ മതം ശ്രേഷ്ഠം, നിൻ്റെ മതം മോശം, എൻ്റെ സമുദായം ശ്രേഷ്ഠം, നിൻ്റെ സമുദായം മോശം, ഞാൻ പുരുഷനാണ്, നീ സ്ത്രീയാണ്, അത് വട്ടിയാണ്, ഞാൻ മനുഷ്യൻ, ഇതൊക്കെ ഇല്ലാണ്ടാവില്ല. ഒക്കെ ഇതന്നെയാണെന്ന് മനസ്സിലാവില്ലേ. അതുകൊണ്ട് പറയാൻ എളുപ്പത് പ്രാക്ടീസ് ചെയ്യണം. ആ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് പണ്ടേ ഒരുപാട് സിസ്റ്ററുകളിൽ ഒന്നാണ് ഈ 41 ദിവസത്തെ വ്രതം. 41 മണ്ഡല ഒരു വൃത്തം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചൈറ്റിയെ കൂടെ പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. ഏതൊരു സിനിമ ഒന്നുമില്ല വിജു മേനോൻ്റെ, അതിലുണ്ടല്ലോ കള്ള് പിടിച്ച് നടക്കുന്ന ആളെ പിടിച്ച് മാലടിക്കുന്നത്. അത്രയും ദിവസം ഇവൻ അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കില്ലേ. അതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടല്ലേ. അങ്ങനെ കുറേ ഗുണങ്ങളില്ലേ. എന്നിട്ട് അത് കഴിഞ്ഞ് അവൻ പോകുമ്പോൾ എന്താണ്, അവനൊരു സാക്ഷാത്കാരോ ഒരു ഗുണം അതൊക്കെ ഉണ്ട്. ശബരിമലയൊക്കെ പോയി കഴിഞ്ഞാൽ, അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, അമ്പലം പള്ളിയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അവിടെ പോകുമ്പോൾ ഭക്തരെ സംബന്ധിച്ച് ഭക്തിയുള്ള ആ ഒരു ഭക്തിയും ഇന്നത്തെ ഭക്തിക്കും വ്യത്യാസങ്ങളുണ്ട്. ജ്ഞാനമില്ലാത്ത ഭക്തിയാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇന്ന് സ്പിരിച്വലായിട്ടുള്ള അറിവ് ഉണ്ടായിട്ടാണ് ഭക്തി. അപ്പോൾ ഈ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ, ശബരിമല തന്നെ പോകുമ്പോൾ അവിടെ എത്തുന്നതോടുകൂടി വിഗ്രഹത്തിന് എത്തുമ്പോൾ അല്ലെങ്കിൽ ഗുരുവായൂർ എത്തുമ്പോൾ ഒക്കെ നമ്മൾ നേരെ കണ്ണടച്ചിട്ട്, ഇപ്പോൾ ശബരിമല പ്രത്യേകിച്ച് സ്വാമിയേ എന്നൊരു നീട്ടിവിളിയുണ്ട്. ഇത് പറയുമ്പോൾ നമ്മളെ പ്രേക്ഷകർ ഇത്ര അനുഭവമുള്ളവർക്ക് അറിയാൻ പറ്റും. ആ കാലിൻ്റെ അടിയിൽ പെരുവിരൽ തൊട്ടിട്ട് അങ്ങനെ തല വരെ ഒരു പ്രത്യേക ഒരു നമ്മൾ പറയുന്ന ഒരു രോമാഞ്ചം വരും. അതെന്താ വെച്ചാൽ അത് ഭക്തിയാണ്. ആ അനുഭവിക്കുന്ന ഫീലിങ് ഈ കള്ളു കുടിച്ച് നടക്കുന്നവർക്കും ഡ്രഗ്സ് അടിക്കുന്നവർക്കും ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഭക്തിയുടെ ആണ്. ഇവിടെ ഞാൻ ശബരിമല മാത്രമല്ല കേട്ടോ, ചർച്ചിൽ പോയാലും പള്ളിയിൽ പോയാലും ഒക്കെ ഇങ്ങനെ ഇപ്പോൾ മക്കത്ത് പോയിട്ട് ബാങ്ക് വിളിക്കലും അല്ലെങ്കിൽ അള്ളാഹിനെ സ്തുതിക്കലും ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ തന്നെ അനുഭവിക്കുന്നുണ്ടാവുക. അതനുഭവിക്കട്ടെ എന്ന്, അങ്ങനെയെങ്കിലും ആളുകളൊരു നിർവൃതി അനുഭവിക്കട്ടെ. ബാബാജി ഇതുവരെ കള്ളുകൂടി മദ്യപാനം ആ ഒരു ദുശീലത്തിലേക്ക് പോയിട്ടില്ല. ഇത് ശീലോ ദുശീലോ എന്നുള്ള വിഷയം ഇടും. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായി എൻ്റെ ആത്മീയതയുടെ സഞ്ചാരത്തിൻ്റെ മുമ്പ് മദ്യം ഇത്യാദി കാര്യങ്ങൾ ഉപയോഗിക്കുകയോ അതിനെതിരെ സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്നുവെച്ചാൽ മദ്യപിക്കാൻ പാടില്ല മറ്റുള്ളതൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇല്ലയെന്ന് ഞാൻ പറയില്ല. ഞാൻ ഓൾറെഡി സിവിലിന് പഠിക്കുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് സിവിലിന് പോകുന്നതിന് മുമ്പ്, IT പോകുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് എന്താ വെച്ചാൽ ഈ പറഞ്ഞ കൂട്ടുകാരൊപ്പം പോയപ്പോൾ ഞാൻ ഇതുപോലെ ഇരുന്ന് കള്ളു കുടിച്ചു. എന്താ ഈ സാധനം അറിയാൻ വേണ്ടി കുടിച്ചതാണ്. അപ്പോൾ എന്താ വെച്ചാൽ അത് കഴിച്ചു ഞാൻ ആ ബോധം
കെട്ട് കടന്ന്. അപ്പോൾ അച്ഛൻ എന്താ വെച്ചാൽ എൻ്റെ ജ്യേഷ്ഠനാണ് എന്നെ എടുത്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ മദ്യത്തെ വിമർശിക്കുന്ന ആളാണ്. പിന്നെ എന്താ പറയുക, കുറച്ച് നേരത്തിന് നമ്മുടെ ബുദ്ധി നമ്മളെ നശിക്കുകയാണ്. അപ്പോൾ അച്ഛനോട് നമ്മൾ കരഞ്ഞു പറഞ്ഞു, അച്ഛൻ എനിക്ക് തെറ്റ് പറ്റിയതാണ് കേട്ടോ, ഞാനിത് ചെയ്യില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ എല്ലാവരെയും പോലെ വഴക്ക് പറയുന്നല്ലോ. അച്ഛൻ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് ഒന്നും പറയില്ല, തിരുത്താനൊന്നും പറയില്ല. നിങ്ങൾ വലിയ കുട്ടികളായി, നിങ്ങൾക്ക് തോന്നണേ ഇപ്പോൾ എന്താ അച്ഛന് ചെയ്യാൻ പറ്റുക? അപ്പം നമ്മൾ ഇത്രേ പറഞ്ഞുള്ളൂ. ഇല്ല അച്ഛാ, എൻ്റെ ബുദ്ധിയെ നശിപ്പിക്കുന്ന, എൻ്റെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുന്ന ഒരു സാധനമാണിതെന്ന് എൻ്റെ ബോധ്യമാണ്. അതുകൊണ്ട് ഞാൻ ഈ വസ്തു ഞാൻ ഉപയോഗിക്കില്ല. ശേഷം ഞാൻ ITI പോയ സമയത്ത് കൂട്ടുകാരൊക്കെ കള്ള് കുടിക്കുന്ന മറ്റുള്ളതൊക്കെ കണ്ടപ്പോൾ ഞാൻ അതിനൊന്നും കൂടിയിട്ടില്ല, എൻ്റെ ലൈഫിലൊന്നുമില്ല. പക്ഷേ പിന്നീട് ആത്മീയ ജീവിതത്തിലേക്ക് കടന്ന സമയത്ത് ഞാൻ ഈ വൈദികം താന്ത്രികം ഒരുപാട് സെക്ഷൻ ഉണ്ട്. അങ്ങനെ പോയി അവസാനം ഒരു അവധൂത പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് വന്നു ചേർന്നപ്പോൾ അതിലൊരു പഞ്ചമകാരം എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ മദ്യം, മത്സ്യം, മാംസം, മുദ്ര, മൈഥുനം 5 കാര്യങ്ങളുണ്ട് അതിൻ്റെ ഉപാസനയിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ മദ്യത്തെ നമ്മൾ അഭിമുഖീകരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ആ സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ട് മദ്യം ഉപയോഗിക്കുകയും എന്താണ് മദ്യത്തിൻ്റെ ആ ഒരു, നേരത്തെ ഞാൻ പറഞ്ഞത് എന്തൊരു ക്യൂരിയോസിറ്റി എന്നൊക്കെ നിങ്ങൾ വേണം സംഭവിക്കാം, അല്ലെങ്കിൽ അറിയില്ലാണ്ട് ചെയ്തായിരിക്കാം. ഇവിടെ ഞാൻ ഈ സാധനം ലഹരി വസ്തുവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. പൂജയ്ക്ക് വെച്ചതാണ്, വെറുതെ കുപ്പി പൊട്ടിച്ച് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ സമയത്ത് അത് കഴിക്കുകയും അത് ഒരുപാട് കാലം അത് പ്രാക്ടീസ്, ഈ പൂജയുടെ ടൈമിലും പ്രാക്ടീസ് ചെയ്ത സാധനമാണ്. അതിൻ്റെ ബോധ്യത്തിൽ തന്നെ ഞാൻ പറഞ്ഞത് മദ്യത്തേക്കാൾ കൂടുതൽ അനുഭൂതി യഥാർത്ഥ ആത്മീയതയ്ക്കുണ്ട്. മദ്യം വേണ്ട. ഞാൻ കള്ളുടിച്ചിരിക്കുന്ന ആളല്ല, മറ്റവൻ തന്നെ ഞാൻ കള്ളുടിക്കുന്ന ആളല്ല, കള്ളുകൂടി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയല്ല. ഇത് ഞാൻ എനിക്ക് അറിവ് താന്ത്രികനാണ് ഞാൻ. തന്ത്രത്തിൻ്റെ പ്രത്യേകത നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ പോലെയാണ്. മദ്യം എന്താണെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ മദ്യത്തോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് മദ്യപിച്ചുകൊണ്ട് ഒരു ഗുണം ഇവിടെ ഉണ്ടാവാനൊന്നും പോകുന്നു. മദ്യം എന്താണെന്ന് അറിഞ്ഞപ്പോൾ എന്താ തോന്നിയത്? ഞാൻ എല്ലാവരും പറഞ്ഞതാണ്, ആ മദ്യത്തേക്കാൾ ലഹരിയും ആനന്ദവും ആത്മീയതയ്ക്കുണ്ട്, സത്യസാക്ഷാത്കാരത്തിനുണ്ട്. എൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷെ പൂജയ്ക്ക് ചില സ്ഥലത്തൊക്കെ ഉള്ളതാ കുട്ടി. പൂജയ്ക്ക് ചില സ്ഥലത്തൊക്കെ ഇപ്പം വീഞ്ഞ്, നമ്മൾ കുർബാനയുടെ സമയത്തൊക്കെ വീഞ്ഞ് വെക്കുന്നത് പോലെ മദ്യം വെച്ച് പൂജിക്കുന്ന രീതിയുണ്ട്. അവിടെ ആ പൂജയ്ക്ക് മദ്യം വെക്കാനുള്ള വിധിയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കുടിച്ച് തോന്നിയസം കാണിക്കാനുള്ള വിധിയൊന്നുമില്ല. ഉണ്ട്, ഇതിന് നാമം തൊട്ട് വെക്കുക, ഇത്രയൊക്കെ ഉള്ളൂ. അതൊക്കെ ആ വർഷിപ്പിൻ്റെ ആയിട്ട് ട്രഡീഷണലായിട്ട് പോകുന്ന ഒരു പൈതൃകം. അതിൻ്റെ അപ്പുറം ഇപ്പോൾ എന്നെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ എന്ത് തോന്നുന്നു വെച്ചാൽ ഞാൻ പറയാം, മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ ഒരു ആവശ്യവും മനുഷ്യൻ ഈ ലോകത്തിൽ ആനന്ദം കണ്ടെത്താൻ വേണ്ടിയിട്ട്, അതിൽ ആനന്ദം കണ്ടെത്തുന്നവരത് കണ്ടെത്തുന്നുണ്ടായി. അതുകൊണ്ട് അത് മദ്യം എന്തോ നേരത്തെ വാക്ക് പറ്റും, ദുശീലം എന്നുള്ള ശീലങ്ങൾ തന്നെ. ഞാൻ ഉപയോഗിക്കുന്ന തന്ത്രശാസ്ത്രത്തിൽ പറഞ്ഞ ശീലം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബാഡ് ഹാബിറ്റാണ്. എന്താ വെച്ചാൽ ഒരു ശീലം, ഞാൻ ചായ മാത്രമേ കുടിക്കുകയുള്ളൂ, എനിക്ക് ഇത്ര മണിക്ക് ചായ കിട്ടിയേ പറ്റുള്ളൂ, എത്ര മണിക്ക് ഉറങ്ങിയേ പറ്റുള്ളൂ, ഇന്ന വണ്ടിയിലേ ഞാൻ പോവുള്ളൂ, ഇന്ന വസ്ത്രം എനിക്ക് കംഫർട്ട് ആവുള്ളൂ. ഈ ശീലം തന്നെ ശരിയല്ല എന്ന് പറയുന്നതാണ്. അപ്പോൾ ഒരു ശീലത്തെ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ നിർബന്ധം പിടിച്ചാൽ ദുശീലാണ്. അതെന്തും ലക്സ് സോപ്പ് കൊണ്ട് മാത്രമേ കുളിക്കുള്ളൂ പറഞ്ഞാലും ദുശീല. അപ്പോൾ കൊണ്ട് മദ്യപിക്കുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ സംബന്ധിച്ചിരുന്നപ്പോൾ ഇപ്പോൾ ഈ മാറിയ കാലഘട്ടത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു എക്സിക്യൂട്ടീവ് ഒരു മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ പോലും നല്ലൊരു ബെസ്റ്റ് കമ്പനിയാണെങ്കിൽ അവിടെ ലിക്കർ ഉണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനൊന്നും ഒഴിവാക്കാനൊക്കെ പറ്റുമോ? അപ്പോൾ കാശുള്ളവൻ കുടിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കലാഭവൻമണി പറഞ്ഞ പോലെ, ഇല്ലാത്തവൻ എടുത്തു കഴിഞ്ഞാൽ കളസമുള്ളവൻ ഇട്ട് കഴിഞ്ഞാൽ ബർമൂഡ എന്ന് പറഞ്ഞ പോലെ അവർക്കത് കഴിച്ചാൽ, അപ്പോൾ ആ ഒരു ധാരണയൊക്കെ മാറണം. അതുകൊണ്ട് മദ്യം വേണ്ടാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, സർക്കാർ ഇറക്കുന്നതാണ്. അല്ലേ, ഇപ്പം മദ്യം അമിതമായിട്ട് കാശുള്ളവൻ കുടിച്ചാലും പ്രശ്നമാണ്, കാശില്ലാത്തവൻ കുടിച്ചാലും പ്രശ്നമാണ്. മദ്യത്തിന് അറിയില്ല കാശുള്ളവൻ ആരാണ്, കാശില്ലാത്തവൻ ആരാണ്. അവിടെയാണ്, അതാ ഞാൻ പറഞ്ഞു, അവിടെ രോഗങ്ങൾ ആണല്ലോ. അവിടെയാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്താ വെച്ചാൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇനി കഴിക്കുന്നു എങ്കിൽ തന്നെ ഈ അതിനൊക്കെ ഒരു മയമുണ്ട്, ഒരു രീതി ഉണ്ടാവണ്ടേ. അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ എല്ലാത്തിനും ഒരു അമിതമായാൽ അമൃതവും വിഷമാണ്. ഇപ്പോൾ കുടിക്കുന്നവരോട് നമുക്ക് പറയാനുള്ള വെച്ചാൽ ഒന്നുകിൽ നിങ്ങളത് നിർത്ത്, ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു എന്താണോ ഇപ്പോൾ മോഡേൺ സയൻസ് പല അളവും പറയുന്നത്, പുരുഷന്മാർക്ക് ഇത്ര കഴിക്കാമെന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഒരു സയൻറ്റിസ്റ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ എനിക്കറിയില്ല, ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല ആ രീതിയിൽ. എന്നാൽ പോലും ഒരു പെഗ് കഴിക്കാൻ പറ്റും. അത് മദ്യം നമ്മൾ കഴിക്കണം, നമ്മളെ കഴിക്കരുത്. നമ്മൾ ഇതിലേക്ക് എന്താ വെച്ചാൽ ഇതിനോട് അടിമപ്പെട്ട് പോകരുത്. നമുക്കൊരു വ്യക്തിത്വം ഉണ്ടായിരിക്കണം. അത് ഏത് വസ്തുവായാലും ശരി, ഒന്നിനും അഡിക്ഷൻ ഉണ്ടാവരുത്. അഡിക്ഷനാണ് നമ്മളെ തളർത്തുന്നത്. മറ്റൊന്ന് നമ്മൾ വിജയിക്കുകയാണ്. പുളിയഞ്ചി നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്നും പുളിയഞ്ചി ഇഞ്ചിക്കറി എന്ന് പറയും. ഇതിൻ്റെ മുന്നിൽ നമ്മളത് കാണുമ്പോൾ നമുക്ക് അസ്വസ്ഥത വരുമ്പോൾ നമ്മളതിന് പോയി പരാജയപ്പെടുകയാണ്. അതിനുവേണ്ടി ഇഞ്ചിപ്പുളി നമ്മളെടുത്ത് കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ജയിക്കുകയാണ്. ഇഞ്ചിപ്പുളി കഴിച്ചുകൊണ്ടിരിക്കുകയല്ല, ഇതിനെയൊക്കെ ജയിക്കുക, അതിന് തളരാതിരിക്കുക. അതും മദ്യം മാത്രമല്ല, മധുരാശിയാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും ശരി, പണമാണെങ്കിലും ശരി, പൊന്നാണെങ്കിലും ഭൂമിയാണെങ്കിലും അധികാരമാണെങ്കിലും ശരി, എന്തിൻ്റെ മുന്നിലും പതറാതിരിക്കുക, വ്യക്തിത്വത്തിൽ നിലനിൽക്കുക. അതിനെന്ത് വേണം? ചെറിയൊരു എക്സ്പീരിയൻസ് വേണം, നല്ലതായിരിക്കും. അതുകൊണ്ട് ചില അനുഭവങ്ങൾ പ്രകൃതി തരും. അതാണ് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കുണ്ടായത്. അന്ന് അച്ഛനോട് പറഞ്ഞ വാക്കാണ് സത്യത്തിൽ ആത്മീയതയിലാണെങ്കിലും എന്നെ പിടിച്ചു നിർത്തുന്നത്, അല്ലെങ്കിൽ എൻ്റെ തിരിച്ചറിവൊക്കെ അത് തന്നെയാണ്.
എൻ്റെ ബുദ്ധിയെ നശിപ്പിക്കുന്നൊന്നും ഞാൻ സ്വീകരിക്കില്ല. ഇപ്പോൾ ബുദ്ധി ഉണ്ടോ വെച്ചാൽ എനിക്ക് എൻ്റെ ബുദ്ധിയിലൊരു കുഴപ്പം എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്ക് ബുദ്ധിയുണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ബാക്കി എല്ലാവരും നെഗറ്റീവ് കമൻറ്റ്സ് പറയുമ്പോൾ അതെങ്ങനെ നോക്കി കാണുന്നു? അതെന്താ വെച്ചാൽ ഒന്നെന്താ വെച്ചാൽ എന്നെ അറിയാതെ പല ആളുകളും പലതും പറയും. അത് എന്നെ മാത്രമല്ല, ലോകത്തെ തന്നെ അറിയാതെയാണ് ആളുകൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണ്ട് തൊട്ട് ഇന്ന് വരെ സയൻസിൻ്റെ ഭാഗമായിട്ട് പോലും അവർ കണ്ടെത്തിയത് ശരിയെന്ന് പറയുകയാണ്, നാളെ മാറ്റി പറയും. അപ്പോൾ അതായത് അറിയാത്ത ആളുകളെ എന്തൊക്കെ പറയും, അറിയുന്ന ഒരാൾ പോലും നമ്മളെക്കുറിച്ച് വേണ്ടത് പറയില്ല. ഇനി വേണ്ട എന്തെങ്കിലും തെറ്റായിട്ട് പറയുന്നാലും എനിക്ക് വിഷമം ഉണ്ടാക്കുന്നു എന്ന രീതിയിൽ, എനിക്ക് ഉണ്ടാക്കുന്നുണ്ടല്ല പോണത് എന്ന രീതിയിൽ ആരും പറയുന്നെങ്കിൽ നാളെ അവർ എന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരത് മാറ്റും. കാരണം എന്താ വെച്ചാൽ അവർ ഈ ലോകത്ത് എന്താ വെച്ചാൽ പ്രത്യേകിച്ച് സ്പിരിച്വാലിറ്റിയിൽ ഫുള്ളി പറ്റിപ്പുകളുടെ ലോകത്ത് അവർ ജീവിക്കുന്നത്, അല്ലെങ്കിൽ സൂപ്പർ പവർ അവകാശപ്പെടുന്ന ആളുകളെ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. അങ്ങനെ കാണുന്ന വെച്ചാൽ നമ്മളാണെങ്കിലും വരുമ്പോൾ അങ്ങനെ കാണുള്ളൂ. അത് അവർ കുറ്റം പറയാൻ പറ്റില്ല, അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ, അത് മാത്രമല്ലേ കാണുന്നുള്ളൂ ഇല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കണ്ണിലൂടെ തന്നെ കാണുകയാണ്. നേരിട്ട് എന്നോട് സംസാരിക്കാൻ സമ്മതിക്കാൻ പല മാർഗ്ഗങ്ങളുണ്ട്. അതിലേതെങ്കിലും മാർഗ്ഗത്തിലൂടെ എന്നോട് സംവദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഞാൻ പച്ച മനുഷ്യനാണ്, ആത്മീയത ആത്മസംബന്ധിയാണ്. അത് ചോദിക്കുമ്പോൾ അത് ഞാൻ പറയും. അല്ലെങ്കിൽ ഫുള്ള് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സിനിമ കണ്ടും എന്താ പറയുക പുറത്തു കൂടെ നടന്നും മറ്റുള്ള പൂരത്തിന് പോയിട്ടും ഉത്സവത്തിനൊക്കെ പോകും. ഞാൻ അവിടെയുള്ള പിള്ളേരൊപ്പം ഞാൻ ചാടി കളിക്കുന്നു. ഇന്നും അതും തന്നെ ഞാൻ കളിക്കുന്നപ്പോൾ കള്ളു കുടിച്ചിട്ടാന്ന് തോന്നുന്നു ആളുകൾക്ക്. കള്ളു കുടിക്കേണ്ട ആവശ്യമില്ല, കള്ളു കുടിച്ചവരുണ്ടായിരിക്കാം, അതൊക്കെ അവരുടെ ഇഷ്ടം. എന്നെ സംബന്ധിച്ച് എനിക്ക് ആസ്വദിക്കാനും പാടാനും ഒക്കെ ഈ ആത്മീയ ആനന്ദത്തിന് ധാരാളം. അപ്പോൾ എനിക്ക് ബാബാജിയുടെ ഈ ഒരു കോസ്റ്റ്യൂം കാണുമ്പോൾ നമ്മൾ നോർമലി സ്വാമികമാരെ കാണുന്ന ആ ഒരു കോസ്റ്റ്യൂം അല്ല. എനിക്ക് കാണുമ്പോൾ തന്നെ കലാഭവൻ മണിയുടെ ആ ഒരു മൂവിയാണ് ഓർമ്മ വരുന്നത്, ഈ ഒരു ബ്ലാക്ക് കോട്ടും എല്ലാം ഇട്ടിട്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു ബ്ലാക്ക് കോട്ടും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനുള്ള കാരണം? എന്തെങ്കിലും സ്പെസിഫിക് റീസൺ ഉണ്ടോ? അതിപ്പോൾ ഈ കോട്ട് അല്ലെങ്കിൽ പാൻറ്റ് എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. അതിനോട്ട് എൻ്റെ ഒരു ആത്മീയമായിട്ടുള്ളൊരു മേഖലയിലേക്ക് ആദ്യകാലത്തല്ല, കൃത്യമായി എനിക്ക് എൻ്റേതായ ഒരു ആത്മീയ മണ്ഡലം തിരഞ്ഞെടുത്ത് ഞാനത് ഫിക്സ് ചെയ്ത് വരുമ്പോൾ അവിടുത്തെ ആ ഒരു സ്പിരിച്വൽ ലീഡർക്ക് ബ്ലാക്ക് ഡ്രസ്സാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. അത് മുണ്ടായിട്ടും ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. കേരള ശൈലി മുണ്ടും മേലത്തിന് മുണ്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മുണ്ട് ജുബ്ബയായി, പിന്നെ മുണ്ടും പറഞ്ഞ പോലെ തന്നെ ജുബ്ബയും അതുപോലെ തന്നെ ഒരു കോട്ടും ഒക്കെ ആയി. ഇപ്പം എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റൈലൊക്കെ ആയി എന്ന് മാത്രം. ഇതിന് കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇതിലൊരു ആത്മീയത പറഞ്ഞു വയ്ക്കുകയാണ് ഞാൻ. പ്രത്യേകിച്ചും മറ്റേത് നിറമായിരുന്നു. ഇപ്പോൾ ആദ്യകാലത്ത് എനിക്ക് ദീക്ഷാരൂപത്തിൽ തലയൊക്കെ മുണ്ടനം ചെയ്തിട്ടാണ് ദീക്ഷയൊക്കെ ഉള്ളത്. ആ സമയത്ത് ഞാൻ വെള്ളയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ അപ്പോൾ വെച്ചാൽ വെള്ള നിറത്തിൻ്റെ പോലും പ്രത്യേകത എന്താ വെച്ചാൽ കാഴ്ചയ്ക്ക് ആകർഷണം ഉണ്ടെങ്കിൽ പോലും അതിലെന്തോ ആയിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പ്രകടിക്കും, പുറത്തേക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വെള്ളയുടെ നിറം അല്ലെങ്കിൽ മറ്റുള്ള നിറം കാവ്യമൊക്കെ അങ്ങനെ തന്നെ. ഇവിടെയാണ് കറുപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാത്തിനെയും തന്നിലേക്ക് സ്വീകരിക്കും, ഒന്നും പുറത്തേക്ക് വിടില്ല. അത് പരിപൂർണമായ ജ്ഞാനം എന്നർത്ഥത്തിലാണ് ഞാൻ കറുപ്പിനെടുത്തത്. കാരണം ഇത് ഏത് തരത്തിലുള്ളതായിക്കോട്ടെ, കാരണം ചണ്ടാളൻ എന്ന പേരിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. കേവലം അടിച്ചമർത്തപ്പെട്ടവരെ പറഞ്ഞ പേര് മാത്രമല്ല, ഈ രാജ്യത്ത് മുഴങ്ങിക്കേൾക്കുന്ന ഈ വരേണ്യത എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതിനെ എന്താ വെച്ചാൽ ചോദ്യം ചെയ്ത ഒരേ ഒരു വ്യക്തിത്വമേ ഉള്ളൂ എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ ചരിത്രം തന്നെ പറയുന്നുണ്ട്. ആ വ്യക്തിയുടെ പേരും ചണ്ടാളൻ എന്നാണ്. അപ്പോൾ ആ പറയപ്പെടുന്ന മേൽക്കോയ്മ സിദ്ധാന്തത്തെ ബ്രാഹ്മണിസത്തെയൊക്കെ മുട്ടുകുത്തിച്ച ആ ഒരു വ്യക്തി ചണ്ടാളൻ. ആ ചണ്ടാളൻ്റെ വസ്ത്രം പറഞ്ഞു വെച്ചിരിക്കുന്നത് ബ്ലാക്ക് ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് പരിപൂർണമായി ചിലപ്പോൾ നമ്മൾ കണ്ണടച്ചൊന്ന് ധ്യാനിക്കാൻ പറഞ്ഞാൽ എത്ര നമ്മൾ വെളുത്ത കളർ കണ്ടാലും പിന്നീട് നമ്മൾ ആ കറുപ്പിലേക്കാണ് പോകാം. ഒരു ശൂന്യത എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സ് പെട്ടെന്ന് വൈറ്റിലേക്കല്ല പലപ്പോഴും സഞ്ചരിക്കുക, ബ്ലാക്കിലേക്ക്. ഒരു ആരംഭം എന്ന രീതിയിലും അവസാനം എന്നുള്ള രീതിയിലും ഒക്കെ ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ ആത്മീയതയുടെ പരിപൂർണതയായിട്ടാണ് നമ്മൾ ബ്ലാക്കിനെ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് എന്നെ സംബന്ധിച്ചിട്ട് അതിലൊരു പൊളിറ്റിക്സും ഉണ്ട്. ആ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ ചാനലിൽ പൊളിറ്റിക്സിൻ്റെ കാര്യമുണ്ട് എനിക്കറിയില്ല, എന്നാൽ പോലും എൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കേവലം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അല്ല. എന്നിരുന്നാൽ പോലും മറ്റു നിറങ്ങളെ കൊണ്ട്, അത് ഇന്ന നിറം ഞാൻ ഫിക്സ് ചെയ്യുന്നില്ല, മറ്റു ചില നിറങ്ങളെ കൊണ്ട് ഈ രാജ്യത്തെയോ ലോകത്തെയോ അതുതന്നെ മതി എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്, പല നിറങ്ങളെ കൊണ്ട്. അങ്ങനെ വരുമ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ അത് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളും ഇവിടെ ഉണ്ടേ എന്ന് പറയുന്നതാണ് ഈ ബ്ലാക്ക്. അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം മതി എന്നല്ല, ഞങ്ങളും ഇവിടെ ഉണ്ട് എന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഞങ്ങളും കൂടി പ്രത്യേകിച്ച് ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ ഈ നാടിൻ്റെ അവകാശികളാണ്. ആരാണ് ഞങ്ങൾ എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയുക. ഓക്കെ, പക്ഷേ നമ്മൾ ഒരുപാട് പ്രാവശ്യം കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ പോലും ബ്ലാക്ക് ഇടരുത്. പ്രത്യേകിച്ച് നമ്മുടെ കാർന്നോമാരെല്ലാവരും പറയുന്നതാണ്. കാരണം ബ്ലാക്ക് നെഗറ്റീവ് എനർജി അട്രാക്റ്റ് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. അപ്പം അതൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഓക്കെ, ഇത് ബ്ലാക്ക് മാത്രമൊന്നുമല്ല, ഈ ചോപ്പാണെങ്കിലൊക്കെ ഇങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട്. വെള്ളയൊക്കെ എടുക്കണം കൊണ്ട് വെള്ള സാരിയും ഒക്കെ പറഞ്ഞ രീതിയൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എന്താ വെച്ചാൽ ഓരോരുത്തരെ ആംഗിളിൽ നോക്കിക്കാണുന്നതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ എന്നെ തന്നെ പറ്റാത്ത ആൾക്കാരുണ്ടാവില്ലേ, എന്നെ കാണാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ, എന്നെ കാണാൻ ഇഷ്ടമുള്ളവരും ഉണ്ട്. ഇന്നലെ ഒരാൾ എന്നോട് ഗൂഗിൾ മീറ്റിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയണം എന്താ വെച്ചാൽ
എനിക്ക് ബാബാജീനെ കാണുമ്പോൾ തന്നെ പോസിറ്റീവ് എനർജിയാണ് പോകുന്നത്. എന്നാൽ ചില ആൾക്കാർ ഈ ചെങ്ങനെ കണ്ട അന്ന് പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ ആ മനസ്സിൻ്റെ തലമാണ്. നമ്മളിപ്പോൾ ബ്ലാക്ക് ഇട്ടാലും റെഡ് ഇട്ടാലും തുണി ഉടുത്താലും ഉടുത്തില്ലെങ്കിലൊക്കെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുണ്ടല്ലോ അല്ലേ. സ്വന്തം പെറ്റമ്മ വസ്ത്രമില്ലാണ്ട് നിൽക്കുമ്പോൾ നമുക്ക് വിഷമാവും ഇല്ലേ? അപ്പുറത്തുള്ളവനോ അവനത് വിഷമിക്കുന്നു പറയാൻ പറ്റില്ല, വിഷമിച്ചോടാന്നുമില്ല ഇല്ലേ? ഇത് തന്നെയാണ്. അതുകൊണ്ട് ഇതൊന്നും നിറത്തിൻ്റെ പ്രശ്നമല്ല, മനസ്സിൻ്റെ പ്രശ്നമാണ്. ഇത് ഡ്രസ്സിൽ ഇപ്പം നെഗറ്റീവ് എനർജിയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു എനർജിയിൽ നെഗറ്റീവ് പോസിറ്റീവ് ഒന്നുമില്ല, അതൊക്കെ മനസ്സിലാക്കുക. ആ നെഗറ്റീവ് എങ്ങനെ നിശ്ചയിച്ചത്? ആ വ്യക്തിയുടെ മാനസിക തലത്തിൽ അയാൾക്ക് ഒരു പോസിറ്റീവ് ഫീൽ ചെയ്തില്ല, അതുകൊണ്ട് നെഗറ്റീവായി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അപ്പോൾ ഇരിക്കണേ നമ്മളൊക്കെ ഇതിട്ട് നടക്കുമ്പോൾ ഈ നെഗറ്റീവ് ഇങ്ങനെ വന്ന് അടിച്ച് സത്യത്തിൽ ഈ ഭൂമിയിൽ തന്നെ ഞാൻ ഉണ്ടാവാൻ പറ്റില്ല. ഇങ്ങനെ ഉണ്ടെങ്കിലോ ഇല്ലാന്ന് തെളിയിക്കുന്നത് കൂടിയായിട്ട് കൂട്ടിക്കോളും. സ്വതവേ എൻ്റെ സ്പിരിച്വാലിറ്റി ഒരു ഫ്രീഡം ഫൈറ്റും കൂടിയാണ്, ഒരു പ്രതിഷേധം കൂടി ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ളത് കൂട്ടിക്കോളും. ഇങ്ങനത്തെ ധാരണകളൊക്കെ മാറണ്ടേ? ചൂല് കണ്ടു കഴിഞ്ഞാൽ പോലും ആ കാലമൊക്കെ ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്, ചൂലൊക്കെ കാണും. പക്ഷേ ഞാൻ പറയാം പിന്നീട് ആ ചൂലാണ് ഇവിടെയൊക്കെ വൃത്തിയാക്കുന്നത്, പാപ്പിൻ്റെ ചിഹ്നം പോലെ. അപ്പോൾ അത്രയും ശ്രേഷ്ഠമായ ചൂല് ഇല്ലേ? പക്ഷെ നമുക്കത് മോശമാണ്. പിന്നെ ഇവിടെ ചിന്താഗതിയാണ് ഈ പണിക്ക് പോകുന്ന ആളുകളുണ്ടല്ലോ, തൂമ്പയെടുത്ത് പണിക്ക് പോകുന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആയുധമേന്തി പോകുന്ന ആളെ കണ്ട് അപശകുനായി കാണുന്ന ശകുനക്കാഴ്ചപ്പാടുണ്ട് ഈ നാട്ടിൽ. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് വേണതോ വല്ല പൂജാരിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശ്രേഷ്ഠമായിട്ട് കാണും. അത് പുരോഹിതനെ കാണുമ്പോൾ ശ്രേഷ്ഠമായി കാണുകയും രാവന്തോളം പണിയെടുത്ത് അന്നം നൽകുന്നവനെ കണ്ടാൽ മോശമായും കാണുന്ന ശകുന നിയമങ്ങളിലൂടെയുള്ള നാടാണിത്. ഇതിലൊക്കെ ഇപ്പോൾ എന്താ അർത്ഥമുള്ളത്? എത്ര മൂഢതയാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം ധാരണകളൊന്നും വേണ്ട. ഉണ്ടെങ്കിൽ നമ്മളിനി ഇപ്പോൾ പുറത്തിറങ്ങിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന നിറം ബ്ലാക്ക് ഡ്രസ്സാണ് ഏറ്റവും കൂടുതൽ ഇല്ലേ? പക്ഷേ പ്രേമ സിനിമയൊക്കെ വന്ന സമയത്ത് അതിനുശേഷം കൂടുതൽ പിള്ളേർ എല്ലാം ഉപയോഗിക്കും. അപ്പോൾ വെച്ചാൽ അതങ്ങനെയാണ്. ശബരിമലയ്ക്ക് മാത്രം കൊടുത്തിരുന്ന കറുത്തമുണ്ട് ഇപ്പോൾ എല്ലാവരും കൊടുക്കുന്നത്. ശബരിമലയ്ക്ക് മാത്രമല്ല, മലദൈവങ്ങളുമായി ആരാധനപ്പെട്ടിട്ട് പല സ്ഥലത്ത് ഊരാളി അപ്പൂപ്പൻകാവിലൊക്കെ പണ്ടേയുള്ള അപ്പോൾ നമ്മളൊക്കെ നോക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ബ്ലാക്ക് നെഗറ്റീവ് ആണെന്ന ചിന്താഗതി വസ്ത്രത്തിലുള്ള പോലെ തന്നെയാണ് മനുഷ്യരുടെ മറ്റു കാര്യത്തിൽ. ഇപ്പോൾ ഒരു കറുത്ത നിറത്തിലുള്ള ഒരു ആണാവട്ടെ പെണ്ണാവട്ടെ സ്ത്രീയോ പുരുഷനാവട്ടെ, അതുപോലും എന്തോ മോശമാണെന്ന് വരുന്ന ആൾക്കാരുണ്ടെന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊരു വിവാദമായൊരു വിഷയം ഉണ്ടായില്ലേ? കുട്ടികൾ ഡാൻസ് കളിക്കുന്നതിൽ ഒരു കലാമണ്ഡലത്തിലെ ഒരു ടീച്ചർ പറയുണ്ടായി ഇല്ലേ? അതൊക്കെ എവിടെ നിന്നുണ്ടാവുന്നേ? ഒക്കെ ഈ കറുപ്പിൻ്റെ കാഴ്ചപ്പാടാ. മരിച്ചാൽ നമ്മൾ കറുപ്പ് വെക്കുന്ന സൂചനയായിട്ടാണ്. പക്ഷെ എന്നാൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് ദുഃഖമാണ് കറുപ്പെന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാത്ത അളവിലേക്കും ചിന്താപദ്ധതിയിലേക്കും ഇതൊക്കെ നയിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറി വരണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം. എല്ലാ നിറങ്ങളും എല്ലാവരും ഉപയോഗിച്ച് അങ്ങനെയൊക്കെ പോകണം. മറ്റത് പിന്നെ എന്താ പറയുക, നെഗറ്റീവ് സ്വീകരിക്കുക, അല്ലെങ്കിൽ അന്ധകാരത്തിൻ്റെ പൈശാചികതയുടെ അതെന്തോ വേറെന്തോ വേണം, അതൊക്കെ വയറ്റിപ്പഴപ്പിൻ്റെ സ്പിരിച്വാലിറ്റി ആയിരിക്കാം. എൻ്റെത് അങ്ങനെയല്ല. എൻ്റെ കൃത്യമായി ഞാൻ പറഞ്ഞു വെച്ചു, ഞാൻ എൻ്റെ പ്രതിഷേധത്തിൻ്റെയും ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ധാർമ്മികമായ സമരത്തിൻ്റെയും ഒക്കെ മൂവ്മെൻ്റായിട്ടാണ്. നേരത്തെ പറഞ്ഞൊരു കാര്യം വിട്ടുപോയി, IM വിജയൻ്റെയും അത് ഞാൻ ബോധവും പറയാതിരുന്നാലേ എന്നാ വേണ്ട, ഞാൻ മറന്നു പോയതാണെന്ന് വിചാരിച്ചു. അതെന്താ വെച്ചാൽ അത് വേണമെങ്കിൽ അന്നയ്ക്ക് ചോദിക്കാം. അല്ലെങ്കിൽ കറുപ്പ് നിറത്തെ കുറിച്ചിട്ട് പറഞ്ഞെങ്കിലും എന്താ പറയുക, ആളുകൾ കറുത്ത ആളുകളാണെങ്കിലും അപ്പോൾ ഈ വെളുത്ത സ്ത്രീകളെ കല്യാണം കഴിക്കുന്നത് വേണമെങ്കിൽ വെച്ചാൽ അന്നയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം. അപ്പം ഞാൻ പറയാം. അല്ല, ഞാനത് മറന്നു പോയതാണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കാം, ഇപ്പം ഒന്നുകൂടി ആ ഒരു കോസ്റ്റ്യൂമിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നെഞ്ചിലേക്ക് നോക്കുമ്പം ആ ഒരു രുദ്രാക്ഷത്തിൻ്റെ ഒപ്പം തന്നെ ഒരു ഇലൂമിനാറ്റി കിടക്കുന്നുണ്ട്. ശരിക്കും അതെന്താണ്? ഓക്കെ, ഇത് എന്താ വെച്ചാൽ ഇത്തരം ഈ ചെറിയ പിള്ളേർ പോലും നമ്മളിവിടെ അവിടെ ഇപ്പോൾ തൃശ്ശൂർ ഒരു LP UP സ്കൂളിലെ കുട്ടികളുടെ ഒരു പ്രോഗ്രാമിന് പോവുകയുണ്ടായി. ജസ്റ്റ് മക്കളുടെ പരിപാടിക്ക് പോയതാണ്. അവിടെ ഉള്ള ചെറിയൊരു ഇനുമാനിറ്റിയാണ് ഈ പറഞ്ഞ മാമൻ എന്നിട്ട് ഇതിമിക്കൊക്കെ നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു അതേ മോനെ എന്ന് പറഞ്ഞു. പക്ഷേ ഇതെന്താ വെച്ചാൽ നമ്മൾ ഈ പോപ്പുലറായിട്ടിരിക്കുന്ന ചില സാധനങ്ങൾ കാണുമ്പോൾ അതിനോട് കമ്പയർ ചെയ്യുകയാണ്. ഇത് ഷഡ്കോണാണ്. ഷഡ്കോണാണ് ഇത് കണ്ടില്ലേ, ഇവിടെ 3 ഉണ്ട്, ഇവിടെ ഉണ്ട് 6 കോണുകൾ കാണുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. ഷഡ്കോണാണ്. ഇതിപ്പോൾ ജ്യോതിഷത്തിൻ്റെ ഭാഗമായിട്ട് അവർ സിമ്പൽ അതാണ്. ഇപ്പോൾ നമ്മൾ ഇസ്രായേലിൻ്റെയൊക്കെ പതിൽ കാണും. ഇവിടെ സുബ്രഹ്മണ്യൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലായാലും സുബ്രഹ്മണ്യൻ്റെ സിമ്പിളായിട്ട് കാണിക്കാറുണ്ട്. ശിവശക്തി സിമ്പിളായിട്ട്, പുരുഷൻ സ്ത്രീ എന്ന സിമ്പിളായിട്ട് കാണിക്കാറുണ്ട്. പ്രകൃതി പുരുഷനായിട്ട് കാണിക്കാറുണ്ട്. പിന്നെ ആത്യന്തികമായിട്ട് ഉള്ളിൽ ട്രയാങ്കിളാണ്. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സ്പിരിച്വാലിറ്റി പറയുമ്പോൾ നമുക്ക് യോനി എന്ന് വേണമെങ്കിൽ പറയാം, വജൈന. അതെന്ന് വെച്ചാൽ കേവലം സ്ത്രീയുടെ ലൈംഗിക അവയവമല്ല, 3 പുള്ളി അല്ലെങ്കിൽ 3 കോണുകൾ ഉണ്ടാകുമ്പോൾ സൃഷ്ടി ചെയ്ത് സംഹാരം എന്നൊക്കെയുള്ള അർത്ഥത്തിലൊക്കെയാണ് വരുന്നത്. പിന്നെ ഒരു ഒറ്റ ബിന്ദുവിൽ നിന്ന് 2 ആവുന്നു, അങ്ങനെ വലിയൊരു സംഭവമാണ്. അപ്പം അതൊക്കെ പാടെ വെച്ചുകൊണ്ട് എന്താണ്, പിന്നെ ഷഡ്കോണ് ഗുരുത്വത്തിൻ്റെ അറിവിൻ്റെ അടയാളമാണ്. ഗുരു 6 ആധാരങ്ങൾ വരുമ്പോൾ മൂലാധാരം, സ്വാധിഷ്ഠാനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം, മണിപൂരമൊക്കെ ആയിട്ട് അങ്ങനെ വരുമ്പോൾ 6 ആധാരങ്ങൾ
ആ 6 ആധാരങ്ങളെ കുറിക്കുന്നു. അതറിവാണ്. 6 ആധാരങ്ങളും കണ്ട് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണുന്നൊക്കെ നമ്മുടെ നാട്ടിൽ പ്രാർത്ഥനയുണ്ട്. ശിവൻ എന്ന് പറഞ്ഞാൽ ആളുകൾ വ്യക്തിയായിട്ട് കരുതും, അതിനെ തിരുത്തട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത സമയത്ത് ഒരു വ്യക്തി പറയുന്നുണ്ട്, ശിവൻ എൻ്റെ അടുത്ത് വരും, എന്നെ മടിയിലിരുത്തുന്നൊക്കെ. അതൊരു ഭക്തിയാണ്, ഞാൻ തെറ്റു പറയുന്നില്ല. പക്ഷേ ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ എന്ന് പറയുമ്പോൾ, ശിവൻ എന്ന് പറയുമ്പോൾ വ്യക്തിയിലേക്ക് കൊണ്ടുവന്നു. ശിവം എന്ന് പറയുന്നത് ബോധമാണ്. ബോധോദയം ആരിലുള്ളൂ അവരൊക്കെ ശിവൻ തന്നെയാണ്. അല്ലാത്തതും ശിവനാണ്, പക്ഷെ അവർക്കറിയില്ല. അതുകൊണ്ട് ശിവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധമാണ്. ആ ബോധം പരിപൂർണ്ണമായി ജ്ഞാനം കൊണ്ടാണ്. അപ്പോൾ അത്തരം വിശ്വാസമുള്ള ആളോട് പറയാൻ നോക്കുകയാണ്, ഈ വ്യക്തിനിഷ്ഠമായിട്ടുള്ള ശിവനിലേക്ക് പോകാതെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത്തരം കഥകൾ പറയും, ഞാൻ ശിവനാണെന്ന് വെള്ളിയാഴ്ച എനിക്ക് ഒക്കെ പറയേണ്ടി വരും. അതൊക്കെ കേവല ഭക്തിയാണ്, അതൊന്നും ഉയരുക. അപ്പോൾ എന്താണ് ജ്ഞാനം? അപ്പോൾ ബോധോദയം, ബോധത്തിൽ ജ്ഞാനത്തിൻ്റെ ഉദയം സംഭവിച്ച് അത് പ്രകടിപ്പിക്കുക എങ്ങനെയാണ്? വായിലൂടെയാണ്. കണ്ടത്തിൽ നിന്ന്, കഴുത്തിൽ നിന്ന് ശബ്ദം വരുന്നതെന്നാണ് നമ്മൾ പരമ്പരാഗത വിശ്വാസം. ഇവിടെ ഒരുപാട് പ്രക്രിയ നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അതിൻ്റെയൊക്കെ അടയാളമായിട്ടൊക്കെ സ്വീകരിച്ച സിംബോളിക്കാണല്ലോ ഓരോ കാര്യങ്ങൾ. നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന സിംബലൂടെ ഇട്ടില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ചാനലിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഐക്കൺ അവിടെ ഉണ്ടായിരിക്കും, ഇതിൻ്റെ മുകളിലുണ്ടായിരിക്കും. എന്താണ് അത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇന്ന ചാനലാണ് അല്ലേ. കൈരളി, ഏഷ്യാനെറ്റും 24 ഒക്കെ കാണുന്ന പോലെ ഇതൊക്കെ ഓരോ അടയാളങ്ങളിൽ ചില പറയാൻ ശ്രമിക്കുകയാണ്. പിന്നെ നമ്മളുടെ ഈ നാട്ടിൻ്റെ ട്രഡീഷണൽ, ലോകത്തിൻ്റെ ട്രഡീഷൻ, ഇതിൻ്റെ അപ്പുറം ഇത് ചിരട്ടയാണ്. ചിരട്ടയിൽ എൻ്റെ ഒരു ശിഷ്യൻ ഉണ്ടാക്കി തന്നാണ്. ഇതിൻ്റെ എഡ്ജ് കാണാൻ പറ്റില്ല, അത്രയും ഷാർപ്പായിട്ട് അയാളെ കഴിവ് തന്നെയാണ് അത്. പിന്നെ കയ്യിലിരിക്കുന്ന ചിരട്ട, വള, ഇതൊക്കെ പണ്ട് ഒരുപാട് ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു എനിക്ക് വള. അതെന്തുകൊണ്ടാണ് പിന്നീടും ഒരു ചിരട്ടയിലേക്കെല്ലാം പോകാനായിട്ട്? കാരണം നമ്മൾ കാലം കഴിയും തോറും അഡ്വാൻസ്ഡ് ആവണം അല്ലേ, നമ്മൾ ടെക്നോളജീസായിട്ട് അക്വൈൻറ്റഡ് ആകണം. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ചിരട്ടയിലേക്കൊക്കെ ഒരു? ഇപ്പം നമ്മൾ മാത്രമൊന്നുമില്ല, ഞങ്ങളിങ്ങനെ വരുമ്പോൾ എറണാകുളത്ത് സെൻട്രൽ എത്തുന്നതിന് മുമ്പ് ഒരു സ്ഥലത്ത് റോഡ് സൈഡിൽ, ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ തൃശ്ശൂർ ഇങ്ങോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ഗോഡൗൺ പോലെ സെറ്റപ്പ് കണ്ടു. അവിടെ ചിരട്ട എടുക്കപ്പെടുന്നതാണ്, കിലോയ്ക്ക് ഇത്ര രൂപ. പണ്ട് ചിരട്ട എടുക്കുന്നില്ല, വെറുതെ കിടന്നു പോകുന്ന സാധനമാണ്. അപ്പോൾ ചിരട്ടയുടെ കരിയാണെങ്കിൽ ശരി, അതിപ്പോൾ ഫേഷ്യലിനും മറ്റുള്ളൊക്കെ എന്തൊക്കെയായിരുന്നു ഉപയോഗിക്കുന്നുണ്ട്. മറ്റു പല ട്രീറ്റ്മെൻറ്റിനും ചിരട്ട ഉപയോഗിക്കുന്നു. പിന്നെ ചിരട്ടയുടെ ഗ്ലാസും മറ്റുള്ള കാര്യങ്ങളും കെമിക്കലില്ല, പ്രകൃതിദത്തമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ചിരട്ട പുറത്തുനിന്ന് വരുന്നുണ്ട്, നമ്മൾ മാത്രമല്ല. പക്ഷേ ഇതൊക്കെ വരുന്നതിന് മുമ്പേ നമ്മൾ എന്താ വെച്ചാൽ ചിരട്ട എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഉണ്ടായിരുന്നൊരു വിശ്വാസമാണ് ചില സമുദായങ്ങൾ കഴുത്തിൽ ചിരട്ട കെട്ടി നടക്കണം എന്നുള്ളത്. അതവരെ അടയാളപ്പെടുത്താനായിരുന്നു. പക്ഷേ അത് അങ്ങനെ പാട നേരത്തും അത് അങ്ങനെ ഒരാളാണ് പറഞ്ഞുകൊണ്ട് എല്ലാവരും കിട്ടും ഇല്ല. ആദ്യം ഒരു ഓർണമെൻറ്റ്സിൻ്റെ ഭാഗമാവണ്ടേ. അപ്പോഴാണ് ചിരട്ട ഉപയോഗിക്കുമ്പോൾ, ചിരട്ട എന്താ വെച്ചാൽ കേരകപാലം എന്നാണ് തന്ത്രശാസ്ത്രത്തിൽ പറയാം. തേങ്ങയുടെ അല്ലെങ്കിൽ തെങ്ങിൻ്റെ തലയോട്ടി. ശബരിമലയ്ക്ക് തേങ്ങയിലാണ് നെയ്യ് നിറച്ച് കൊണ്ടുപോവുക. ടാറ്റയും ബിർളയും വന്നാലും അങ്ങനെ കൊണ്ടുപോകുള്ളൂ, അല്ലാണ്ട് സ്വർണ്ണപാത്രത്തിൽ പറ്റില്ല. അപ്പോൾ തേങ്ങ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെയും ബോധത്തിൻ്റെ, ബുദ്ധിയുടെയും തലയുടെയൊക്കെ ഭാഗമാണ്. അപ്പോൾ ആ തലയോടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു മനുഷ്യൻ്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ബോധമാണ്. നേരത്തെ നമ്മളതാണ് മദ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെയാണ് പറയുന്നത്, ബോധമാണ്. അപ്പോൾ ആ ബോധത്തിനെ അല്ലെങ്കിൽ ആ ബുദ്ധിയെ കവർ ചെയ്ത് നിൽക്കുന്ന തലയോട്ട്. അപ്പോൾ കവറിങ് നേരത്തെ സിംബോളിക്കാണ്, അതിൻ്റെ ഉള്ളിലുള്ളത് ബുദ്ധിയാണ്. ഇങ്ങനെ മൂണയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴൊക്കെ എങ്ങനെ കാണിക്കുക, ഇല്ലേ തലയിലൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആ ബുദ്ധി ബോധത്തിൻ്റെ സിംബലായിട്ട് എടുക്കുന്ന കാര്യമാണ് ചിരട്ട, തേങ്ങ. അപ്പോൾ ആ ചിരട്ടൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നത് സർവത്ര സാധനം സിംബോളിക്കായിട്ട് എന്താണ്? അറിവിൻ്റെ അടയാളങ്ങളാണ്. ഇത് ആദിമ മനുഷ്യർ, ഇവിടെയുള്ള തദ്ദേശീയ ജനവിഭാഗങ്ങൾ അറിവിൻ്റെ അടയാളമായിട്ട് സ്വീകരിച്ചാണ്. ഇപ്പോൾ രുദ്രാക്ഷായാലും ശരി ഒരു മരത്തിൻ്റെ കായാണ്, ബാക്കിയുള്ളതൊക്കെ ഇങ്ങോട്ടുള്ള മരത്തിൻ്റെ കായാണ്. ഇതൊക്കെ എന്തിനു വേണ്ട? സ്പിരിച്വലായിട്ടുള്ള അറിവിനെ, എന്തോ നോളജിനെ ഏറ്റവും ശ്രേഷ്ഠമായി കാണുന്നൊരു സംസ്കാരമാണ് ഇവിടെ എല്ലായിടത്തും, മത സംസ്കാരമുള്ളിടത്തൊക്കെ. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അടയാളപ്പെടുത്തലും കൂടിയാണ്. ആ അടയാളങ്ങളാണ് സിംബോളിക്കായിട്ട്, അല്ലാണ്ട് ഇതിൽ വേറെ ദിവ്യത്വങ്ങളൊന്നുമില്ല. അതല്ല ഞാൻ ഇപ്പോൾ ചോദിച്ചത് എന്തുകൊണ്ട് അഡ്വാൻസ്ഡ് ആകുന്നില്ല എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അഡ്വാൻസ് ആവാൻ ഇപ്പോൾ ഓൺലൈനിൽ വാങ്ങിയില്ലേ, എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടതല്ലേ സ്വീകരിക്കേണ്ടത്. ഇത് മാത്രമല്ല എൻ്റെ ഇപ്പോൾ ഇത് ചിരട്ടയിൽ വെള്ളം കുടിക്കുന്ന വീഡിയോസ് ഉണ്ട്, ഭക്ഷണം കഴിക്കും. അതെന്തുകൊണ്ടാണ് ഒരു ആധുനികതയിലേക്ക്? അല്ല, ആധുനികത ഉപയോഗിക്കാത്ത കേടില്ലേ ഈ പാനഷൂട്ട്. നമ്മൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഇതാണ് ഞാൻ ആദ്യം പറയേണ്ടത്, ശീലം. ആ ശീലം എനിക്ക് അങ്ങനത്തെ നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. എൻ്റെ പരിമിതമായ സ്ഥലത്ത് ഞാൻ ചട്ടിയിലോ ചിരട്ടയിലോ ആമത്തോടിലോ ഒക്കെ അനുവദനീയമായ സ്ഥലത്ത്, അനുവദനീയ നിയമങ്ങൾ അനുവദിക്കുന്ന സ്ഥലത്ത് അതാത് സാധനങ്ങൾ ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പ്രകൃതിദത്തമാണ്, അതിൽ അത്യാവശ്യം മായം ചേർക്കപ്പെടുന്നില്ല. എന്ന് സ്റ്റീൽ പ്ലേറ്റുകൾ ഓർത്ത് ചെയ്യുമ്പോൾ എനിക്കിത് കിട്ടിയ പോലെ തിലകൻ ഏതോ ഒരു സിനിമയിൽ മറ്റേ ഇന്നസെന്നോട് പറയില്ല, അതെവിടെയോ ഇതെവിടെയോ എന്ന് പറയില്ലേ, അതില്ല. അതാത് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ നിൽക്കും. എൻ്റെ ഗില്ലിയിൽ എനിക്ക് പറ്റുന്നത്. അപ്പോൾ എനിക്ക് ചിരട്ടയൊക്കെയാണ്. ഇതിന് സത്യത്തിൽ നിയമവിരുദ്ധമായിട്ടൊരു പ്രശ്നം നടക്കുന്നില്ല. അല്ലാണ്ട് ഇപ്പം എനിക്കിതാ ഇപ്പോൾ നാളെ അന്ന പറയുകയാണ്, ഞാനിതൊരു സ്വർണ്ണത്തിൻ്റെ വള തരട്ടെ, ഇത് ഉപയോഗിക്കേണ്ടാറ് ഞാൻ ചെയ്യും, എനിക്ക് ഇതുമ്മ തന്നെ കെട്ടിത്തരാൻ പറ്റുമെന്ന് ചോദിക്കും. അല്ല സ്വർണ്ണത്തിൻ്റെ വള തരികയാണെങ്കിൽ ശരി, അപ്രിയം സ്വർണ്ണത്തിൻ്റെ വള കിട്ടുന്നതാണ്. അപ്പോൾ തൽക്കാലം അത് കടക്കട്ടെ, ചിലപ്പോൾ വാങ്ങിയിട്ടൂടാ, ചിലപ്പോൾ വാങ്ങിയിട്ടൂടാന്നില്ല. നിർബന്ധമൊന്നുമില്ല, അത് എപ്പോഴും ഇടുന്നില്ല, ഊരി വയ്ക്കുന്നുണ്ട്.
പുറത്തേക്ക് പോകുമ്പോൾ മാത്രം എൻ്റെ ഒരു ചണ്ടാളബാബയ്ക്ക് ചണ്ടാള സ്റ്റൈലില്ലേ, രജനി പറഞ്ഞ പോലെ എൻ്റെ സ്റ്റൈലാണ് ഇതൊക്കെ. എനിക്ക് എൻ്റെ വ്യക്തിത്വം എന്നെ പ്രകടിപ്പിക്കാൻ എനിക്ക് പറയാനുള്ളത് പറയുമ്പോൾ അതാണ് ചണ്ടാളയുടെ സ്റ്റൈലാണ്. ചിരട്ടയുടെ ഒരു വള, പിന്നെ ഇത് മാത്രമല്ല, ഇതല്ലാണ്ട് ഉള്ളിലുണ്ട് ചിരട്ടയുടെ ഒരു ഇത് ചിരട്ട കിടക്കുന്നുണ്ട്. ഇത് ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ ആത്മീയതയിലും ഇവിടെ സഞ്ചരിക്കുന്ന ഒരുപാട് ശിഷ്യയുടെ കഴുത്തിലുണ്ട്. ആഗ്രഹിച്ച് വരുന്ന ആൾക്കാർ ഇത് ഞങ്ങളുടെ ആത്മീയതയുടെ അടയാളമാണ്. ഇതിപ്പോൾ പുറത്തല്ലല്ലോ, ഇതെൻ്റെ ഇപ്പോൾ പൂണൂലിട്ട പോലെ അല്ലെങ്കിൽ കൊന്തയിടുന്ന പോലെ, ഇത് നമ്മുടെ പേഴ്സണലാണ്. ഞാൻ എൻ്റെ ആത്മീയത എന്തുപോലെ കൊടുക്കുന്നത് അതിൻ്റെ അടയാളമാണ് ഇവിടെ. ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ശിഷ്യരെ അറിയാൻ അവർക്ക് എന്നെയും തിരിച്ചറിയാൻ പറ്റും. ഇതിൻ്റെ തിരിച്ചറിയാനുള്ള ഒരു അടയാളമാണ് ചിരട്ട. ശിഷ്യരെ മാത്രമല്ല, ഞാൻ പറയുന്ന സ്പിരിച്വൽ പൊളിറ്റിക്സ് ഉണ്ട്. എൻ്റെ ആത്മീയതയോടെ ഞാൻ പറഞ്ഞു വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ അടയാളപ്പെടുത്തണം. ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ തദ്ദേശീയ ജനതയുടെ ആത്മീയതയും അവരുടെ നിലനിൽപ്പും അവരുടെ സ്വത്വവുമാണ്. നിങ്ങളിപ്പോൾ ഒരു അടയാളപ്പെടും ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് പൂണൂലെന്ന് പറഞ്ഞാൽ അതിന് പറയാൻ ഒരു കാവിക്കൊരു രാഷ്ട്രീയമുണ്ട് ഇല്ലേ? ഇന്ത്യയിൽ കാവിക്കൊരു രാഷ്ട്രീയമുണ്ട്. അത് പറഞ്ഞ പോലെ ആ കാവിയുടെ രാഷ്ട്രീയത്തിന് ഒരു ഓപ്പോസിറ്റ് തന്നെയാണ്, ശക്തമായ ഓപ്പോസിറ്റാണ് ബ്ലാക്കിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചിരട്ടയുടെ രാഷ്ട്രീയം. അത് കക്ഷി രാഷ്ട്രീയമല്ല, എന്നെ സംബന്ധിച്ചത് സ്വത്ത് രാഷ്ട്രീയമാണ്, നിലനിൽപ്പിൻ്റെ സമരമാണ്. പലർക്കും ഇതിനെക്കുറിച്ച് അറിയുന്നില്ല. അവർ ഈ ബാഹ്യമായിട്ടുള്ള പുറമൂടിയിലൂടെ മാത്രം സഞ്ചരിക്കുകയാണ്. ഈ പുറത്ത് എന്നെ സംബന്ധിച്ചല്ല, അടിസ്ഥാനപരമായിട്ട് ആ ആദിയിൽ തൊടണം. ആദി എന്ന വാക്കെടുക്കാം, ആരംഭത്തിൽ തൊടണം. ആരംഭത്തിലുള്ള ഒരു വ്യക്തിത്വവും അവൻ്റെ പൂർവിക പാരമ്പര്യം എല്ലാം കൊണ്ട് നടക്കണമെന്നൊന്നുമല്ല, തുണി എടുക്കാതെ നടന്ന പോലെ നടക്കണമെന്നൊന്നുമല്ല. മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോഴും നമ്മൾ ഈ നാടിൻ്റെ അവകാശം പേറുന്നവരാണെന്നും അതൊരു പരശുരാമ കഥ കൊണ്ടോ ഒരു ശങ്കരാചാര്യ കഥ കൊണ്ടോ അല്ലെങ്കിൽ ദിഗ്വിജയം കൊണ്ടോ ഒന്നും തന്നെ, അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദ സൂക്തങ്ങൾ കൊണ്ട് മാത്രം, അതില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് മാത്രമോ ഹേറാം എന്ന് വെച്ച ഗാന്ധിയുടെ വാക്കുകൊണ്ട് മാത്രമോ ഒന്നും ഇവിടുത്തെ തദ്ദേശീയ ജനവിഭാഗങ്ങൾ ഇല്ലാണ്ടാവരുത്.